ഹലോ. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് ദിവസമായിട്ടൊരിടത്തോട്ട് പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് പപ്പ ലീവായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ അങ്ങോട്ട് പോയി. നേരെ ഇതാട്ടോ പള്ളിക്കൽ. നമ്മുടെ മലനാട ക്ഷേത്രം കേട്ടോ, കേരളത്തിലെ ആകെ ഏക ദുര്യോധന ആ ക്ഷേത്രം. ഏക ദുര്യോധന ക്ഷേത്രം. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല സ്ഥലം കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിക്കില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു വാട്ടർഫാൾസിലോട്ടാട്ടോ നമ്മൾ വന്നത്. നമ്മൾ വേറെ എവിടെയോ പോകാനാന്നും പറഞ്ഞിട്ടാ നമ്മൾ വന്നത്. പക്ഷെ വന്നപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സ്ഥലത്ത് സ്ഥലം തന്നെ തന്നെ കേട്ടോ നേരത്തെ ഒരു വന്നെത്തിയത്. ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇത് പള്ളിക്കൽ ആറാട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നല്ല രസം അവിടെ കാണാൻ, ഒരു പ്രത്യേക ഭംഗി. ഭംഗിയാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരൊന്നും അവിടെ കാണത്തില്ല. ആൾക്കാർ കൂടുതൽ വരാത്തത് കൊണ്ട് അവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒന്നും അവിടെ ഇല്ല അധികം താനും. ഇല്ല. അധികം അപ്പൊ ഇല്ല. നമ്മളാണെങ്കിൽ അങ്ങോട്ടെങ്ങും പോയില്ല, കാരണം അവിടെ അവിടെ നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കുണ്ട്. അപ്പൊ നമ്മളൊരു സൈഡിലോട്ട് മാറിയിട്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. അവിടെ ഒന്നും അധികം ആരും ഇല്ലാത്തത് ആരും ഇല്ല. കൊണ്ട് നമുക്ക്. അങ്ങനെ ഞങ്ങൾ മുന്നേറ്റ് മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് പേർക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമാണ് അവിടെ, ഒരു വട്ടെങ്കിലും പോകണം. പക്ഷെ ഉള്ളിലോട്ട് നല്ല ഒഴുക്കുണ്ട്. അത് നമ്മളെല്ലാവരും സൂക്ഷിക്കണമല്ലോ. കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവിടെ എവിടൊക്കെയാ നല്ല ആഴം ഇരിക്കുന്നത് നമുക്ക് നമുക്ക് അറിയത്തില്ല. അറിയത്തില്ലല്ലോ. പിന്നെ പിന്നെ ഈ ഒരു അവിടുത്തെ പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റിലൊന്നും അധികം ആഴമൊന്നുമില്ല. പക്ഷെ ഈ കല്ലും കട്ടയുണ്ട്. അങ്ങനെ നമ്മുടെ കാല് ഫുള്ള് മുറിയാൻ. എൻ്റെ മുട്ടും കാൽപാദവും ഒക്കെ കുറേ മുറിഞ്ഞായിരുന്നു. അമ്മയാണെങ്കിൽ പിന്നെ കരക്കിരുന്ന് നീന്തത്തേ ഉള്ളു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അമ്മയ്ക്ക്. എനിക്ക് പേടിയാ. അമ്മയ്ക്ക് ഭയങ്കര പേടി ഇങ്ങനെയൊക്കെ തന്നെയല്ല, പോകാനൊക്കെ. നമ്മളവിടെ ഇവര് ഇപ്പൊ ഈ നിൽക്കുന്ന ഭാഗത്ത് തന്നെ നല്ല ഒഴുക്കാ. നല്ലോണം ഒഴുകാൻ നമ്മൾ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുലുങ്ങി കുലുങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെറുതെ എന്തിനാ. അതുകൊണ്ട് അമ്മ അങ്ങനത്തെ ഒന്നും വരുത്തൊന്നുമില്ല. അമ്മ അങ്ങനെ എങ്ങും വരുത്തില്ല. അമ്മക്ക് ഭയങ്കര പേടി ഇങ്ങനെ വെള്ളമൊക്കെ. അങ്ങനെ അമ്മ സൈഡിൽ ഇരിക്കും, നമ്മളുണ്ടൊരു അവിടെ പോയിട്ട് കുറച്ചൊക്കെ നീന്തുകയും. പക്ഷെ നീന്താനൊന്നും പറ്റില്ല, കാരണം നമ്മൾ ഒഴുക്കിന്റെ കൂടെ അങ്ങ് പോത്തതേ പോത്തതേ ഉള്ളൂ. അല്ല ഉള്ളൂ. നീന്താനൊന്നും വലിയിട്ട് ഇത് കാര്യമായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ചുമ്മാ കിടന്നു കൊടുത്താൽ മതി, അങ്ങ് പൊക്കോളും അങ്ങ്. പക്ഷെ അങ്ങനെ അഴുക്കൊന്നുമില്ല കേട്ടോ. നല്ല നല്ല നീറ്റാ നീറ്റായിട്ടുള്ള വെള്ളമാണ്. വെള്ളവാ. അതുകൊണ്ട് ആ പ്രദേശവാസികളൊക്കെ അവിടെ വന്നിട്ട് തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കയറി കേട്ടോ. തിരിച്ച് കുറേ ആയില്ല. പിന്നെ അവിടെയൊക്കെ എന്ന് പറയുന്നത് നല്ല റംബൂട്ടാൻ കിട്ടുന്ന വീടുകളാട്ടോ. എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഒരു റംബൂട്ടാൻ മരം കാണും. അങ്ങനെ ആ ആൻറ്റി ആണെങ്കിൽ അവർ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പിച്ചിക്കൊണ്ട് നിന്ന റംബൂട്ടാനെ നമ്മൾ പറഞ്ഞു രണ്ട് മൂന്നെണ്ണം തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ രണ്ടു തന്നു. മൂന്നല്ല, കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞ് തന്നെങ്കിൽ കിടന്ന് ബഹളം വെച്ചത് കൊണ്ട് അവർ കുറച്ച് തന്നു. കുറച്ചിങ്ങ് തന്നു. അങ്ങനെ പിന്നെ തുമ്പിക്കാണെങ്കിൽ, അത് മാമന്റെ മോളാട്ടോ തുമ്പി. അവൾക്കാണെങ്കിൽ ഡ്രസ്സ് ഇല്ലായിരുന്നു. അവള് ഡ്രസ്സ് അവള് എടുക്കാതെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞ് വന്നേ. വന്നേ. അങ്ങനെ പിന്നെ അവൾക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ടാണെങ്കിൽ നമ്മളൊരു കടയിൽ കയറി. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾക്ക് അപ്പത്തേക്കിനും വിശപ്പ് തുടങ്ങി. അങ്ങനെ പിന്നെ അടൂരോട്ട് വിട്ടു. അടൂരോട്ട് പോയിട്ട് അവിടെ ഒരു ബേക്കറിൽ കയറിയിട്ട് ഞാനും അവളും പപ്സും സമൂസയും എന്തൊക്കെയോ കഴിച്ചു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് സ്റ്റുഡിയോ. പിന്നെ സ്റ്റുഡിയോയിലോട്ട് കയറി കുറച്ച് ഉടുപ്പും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ല ഇറങ്ങി. സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അടൂർ സ്റ്റുഡിയോയിൽ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച്, രണ്ട് മൂന്ന് ഡ്രസ്സ് എനിക്കും ഡ്രസ്സ് അമ്മയ്ക്കും ഒക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ടബാൻ യമനിയും കുഴിമന്തിയിലോട്ടാണ് ഗൈസ് പോയത്. അങ്ങനെ അവിടുത്തെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു നല്ല കാണാൻ. വൈബുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അവിടുത്തെ സർവീസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, സർവീസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ കൂടെ തന്നെ ആ ചേട്ടൻ എപ്പോഴും നിൽക്കുകയായിരുന്നു കേട്ടോ. അത് നല്ല ഇതായിരുന്നു. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ പിന്നെ അമ്മയാണെങ്കിൽ എന്താ ഓർഡർ ചെയ്തത്? ബീഫ് മന്തി. അടിപൊളി ബീഫ് ഞാനാണെങ്കിൽ ഹണി മന്തിയായിരുന്നു. ചില്ലി അൽഫാമാട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ബീഫ് കഴിക്കത്തില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ പോരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ടാറ്റാ. ടാറ്റാ.